വാർത്തയിലേക്ക് വിശദമായി. ശബരിമലയിൽ വെടിമരുന്നിന് തീപിടിച്ച് 3 പേർക്ക് പരിക്ക്. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് അപകടം. കതിനയിൽ വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്നദാന മണ്ഡപത്തിൻ്റെ പുറകിലായിട്ട് മാളികപ്പുറത്തേക്കുള്ള നേർച്ച വഴിപാട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നതനുസരിച്ച് ഇവിടെ വെടി പൊട്ടിക്കുകയായിരുന്നു ഇവരുടെ ജോലി. ഇവിടെ 3 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയുന്നത്. കൂടുതൽ ആൾക്കാരുണ്ടോ എന്നുള്ളത് അറിയില്ല. എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതുകൊണ്ട് അന്വേഷണത്തിനാൽ മാത്രമേ എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. മറ്റാരും തന്നെ ഇതിലിപ്പം കാഴ്ചക്കാരായിട്ടില്ലായിരുന്നതുകൊണ്ട് കൂടെ ആരും ഇല്ലായിരുന്നതുകൊണ്ട് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം വിശദമായിട്ട് അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അവർക്കിപ്പം മാരകമല്ലാത്ത പരിക്കെന്നാണ് കാഴ്ചയിൽ മനസ്സിലായത്. എങ്കിലും പൊള്ളലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ ഇപ്പം സന്നിധാനം ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിൽ മാത്രമേ ഇവരുടെ സ്ഥിരം പണിക്കാരാണെന്നാണ് അറിയുന്നത്. നമുക്കിപ്പോൾ അവരെ അറിയില്ല. ഈ അന്വേഷണത്തിൽ അറിയുന്നത് ഇവരുടെ സ്ഥിരം പണിക്കാരാണെന്നാണ് പറയുന്നത്. ശശിനാരായണനുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, ദുഃഖകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഒരു 4 മണിയോട് കൂടിയാണ് മാളികപ്പുറം ക്ഷേത്ര സമീപത്ത് വെടിപ്പുരയിൽ ഈ കതിര നിറയ്ക്കുന്നതിനിടയിൽ വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടയിൽ ഇവർക്ക് അത് പൊട്ടി അപകടമുണ്ടായത്. 3 പേർക്കാണ് ഇവിടെ അപകടം സംഭവിച്ചത്. അതിൽ ജയകുമാറിനാണ് ഗുരുതരമായ സ്ഥിതിയുള്ളത്. 60% ജയകുമാറിന് പൊള്ളലേറ്റിട്ടുണ്ട്. ഒപ്പം അമൽ, രജീഷ് എന്നിവർ കൂടിയുള്ള ഈ 3 പേരിലേക്കാണ് ഈ വെടിമരുന്ന് പൊട്ടി അപകടമുണ്ട്. 3 പേരെ ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സന്നിധാനത്തെ ആശുപത്രിയിൽ വിളിച്ചു. ഇതിൽ ജയകുമാറിന്റെ നില അല്പം ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ രജീഷിനും ഗുരുതരമായ ഒരു സാഹചര്യമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ 2 പേരെ ആദ്യം പമ്പയിലെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം കോട്ടയം മെഡിക്കലിൽ മാറ്റുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 2 പേരെയും പമ്പയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ 3ാമത് അമലിനെ കൂടി ഇപ്പോൾ ഇവിടെ നിന്നും പമ്പയിലേക്ക് കൊണ്ടുപോയിരിക്കും. 3 പേരെയും പ്രാഥമിക ചികിത്സ സന്നിധാനത്തെ ആശുപത്രിയിൽ നൽകിയതിനു ശേഷം 3 പേരെയും പമ്പയിലേക്ക് കൊണ്ടുപോയി. പമ്പയിൽ നിന്നും കോട്ടയം മെഡിക്കലിലേക്ക് മാറ്റാനാണ് സാധ്യത. ഇതിൽ ജയകുമാറിനാണ് പരിക്ക്. ഈ പൊള്ളലേറ്റുള്ള കൂടുതൽ ശതമാനം പൊള്ളലേറ്റുള്ളത് 60% പൊള്ളലേറ്റുണ്ട് ജയകുമാറിന്. എന്തായാലും 3 പേർ മാത്രമാണ് ഈ വെടിപ്പുരയിൽ ഉള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൂ. എന്തായാലും ഈ മാളികപ്പുറം ക്ഷേത്രത്തിൽ ഈ വെടിമരുന്നുമായി ബന്ധപ്പെട്ട് വഴിപാട് പറയുമ്പോൾ അത് വിളിച്ചു പറയുമ്പോൾ അവിടെയാണ് ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്താണ് ഈ സാധാരണ പൊട്ടിക്കുന്നത്. അവിടെ ഈ 3 തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. ആ 3 പേരിൽ കൺട്രോൾ ആയിട്ടില്ല. എന്തായാലും 3 പേരെയും ഇപ്പം സന്നിധാനത്തെ ആശുപത്രിയിൽ നിന്ന് പമ്പയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. നോട്ട് നിരോധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ച് സുപ്രീംകോടതി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാർ വിധിച്ചു. ഉത്തരവ് നിയമവിരുദ്ധമെന്നായിരുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നവിധി. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയല്ല നിയമനിർമ്മാണമാണ് വേണ്ടിയിരുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസമാണ്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിയുടെ നിയമസാധുത ചോദ്യം ചെയ്തുള്ള 58 ഹർജികളാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് തീർപ്പാക്കിയത്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നിരോധനം നടപ്പാക്കിയതെന്നും അതിനാൽ തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും ജസ്റ്റിസ് BR ഗവായ് വിധിച്ചു. സാമ്പത്തിക വിഷയങ്ങളിൽ അധികാരം സർക്കാരിനാണ്. റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ച് സർക്കാരിന് തീരുമാനമെടുക്കാം. കേന്ദ്രം ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിരുന്നു. നിരോധനം ലക്ഷ്യം കണ്ടോ എന്ന് പ്രസക്തമല്ലെന്നും അസാധുവായ നോട്ടുകൾ മാറ്റാൻ ആവശ്യത്തിന് സമയം അനുവദിച്ചിരുന്നുവെന്നും ജസ്റ്റിസ് ഗവായ്. ഭരണഘടനാ ബെഞ്ചിലെ മറ്റംഗങ്ങളായ ജസ്റ്റിസ് S അബ്ദുൾ നസീർ, AS ബൊപ്പണ്ണ, V രാമസുബ്രഹ്മണ്യൻ എന്നിവരും കേന്ദ്ര സർക്കാർ തീരുമാനം ശരിവെച്ചു. എന്നാൽ ഭിന്ന വിധിയായിരുന്നു ജസ്റ്റിസ് BV നാഗരത്നയുടേത്. നടപടിക്രമങ്ങൾ പാലിച്ചല്ല നോട്ട് നിരോധനം. 24 മണിക്കൂറിനുള്ളിലാണ് തീരുമാനമുണ്ടായത്. റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടതല്ല, മറിച്ച് സർക്കാരിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു നിരോധനം. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ നിരോധനം നടപ്പാക്കാനാകില്ലെന്നും നിയമനിർമ്മാണം വേണമായിരുന്നുവെന്നും ജസ്റ്റിസ് നാഗരത്ന വിധിച്ചു. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ആശ്വാസം നൽകുന്നതാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹി നായർ പരാമർശം പിൻവലിച്ചും ശശി തരൂരിനെ പുകഴ്ത്തിയും NSS. തരൂർ കേരളപുത്രനാണെന്ന് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ മന്ദം ജയന്തി സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു നായർക്ക് മറ്റൊരു നായരെ ഇഷ്ടമാകാത്ത അവസ്ഥ തനിക്ക് കോൺഗ്രസിൽ ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഉന്നം വെച്ച് തരൂർ തുറന്നടിച്ചു. NSS വേദിയിലെത്തിക്കുക മാത്രമല്ല തരൂരിനോടുള്ള നിലപാട് തിരുത്തി പ്രഖ്യാപിക്കുകയായിരുന്നു G സുകുമാരൻ നായർ.
തരൂരിനെ വാനോളം പുകഴ്ത്തിയ സുകുമാരൻ നായർ മുൻപ് പറഞ്ഞത് തെറ്റായിപ്പോയെന്നും പരസ്യമായി പറഞ്ഞു. ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായരാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ആ തെറ്റ് തിരുത്താനും കൂടിയാണ് അദ്ദേഹത്തെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഡൽഹി നായരല്ല, കേരള പുത്രനാണ്, വിശ്വപൗരനാണ്. മന്നത്ത് പത്മനാഭനെയും ജി സുകുമാരൻ നായരെയും വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ശശി തരൂരിന്റെ പ്രസംഗം. ഇടയ്ക്ക് മന്നത്തിന്റെ ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പരോക്ഷമായി ഉന്നവെക്കാനും തരൂർ തയ്യാറായി. ഒരു നായർക്ക് മറ്റൊരു നായരെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു ഒബ്സർവേഷൻ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു 10-80 വർഷം മുമ്പാണ്, അല്ല 100 വർഷം മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും. പിന്നീട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രമല്ല ഉദ്ദേശിച്ചതെന്ന് തരൂർ വിശദീകരിച്ചു. അതെ, ഞാൻ ആരെയും ഉദ്ദേശിച്ചെന്ന് പറയണ്ട. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആ വാചകം മന്നത്തിന് ഞാൻ കോട്ട് ചെയ്തു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതായിരുന്നു. അപ്പൊ അത് ആ അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വ്യക്തിയെ മാത്രം ചിന്തിച്ച് പറയായിരുന്നില്ല. NSS ആസ്ഥാനത്തെത്തിയ ശശി തരൂരിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സദസ്സിലിരിക്കെയാണ് തരൂർ പ്രസംഗിച്ചത്. മാധ്യമങ്ങൾ എത്തും മുൻപേ രാവിലെ 8 മണിയോടെ രമേശ് ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങി. NSSന് രാഷ്ട്രീയമായി തരൂരിലാണ് ഇനി പ്രതീക്ഷ എന്ന് കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തവണത്തെ മന്നം ജയന്തി. ന്യൂസ് 18 കോട്ടയം. മാരാമൺ കൺവെൻഷനിലും ശശി തരൂർ പങ്കെടുക്കും. ഫെബ്രുവരി 18 നടക്കുന്ന യുവവേദിയിലാണ് തരൂർ പങ്കെടുക്കുക. യൂത്ത് ആൻഡ് മൈഗ്രേഷൻ എന്ന വിഷയത്തിലാണ് തരൂർ സംസാരിക്കുക. മുസ്ലിം ലീഗ് വിളിച്ച സമുദായ സംഘടനകളുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് സമ്മേളനത്തിൽ നിന്ന് പാണക്കാട് കുടുംബത്തെ വിലക്കിയ സമസ്തയ്ക്കുള്ള മറുപടിയായാണ് ബഹിഷ്കരണമെന്ന് KNM നേതൃത്വം വ്യക്തമാക്കി. എന്നാൽ മറ്റു പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് സമ്മേളനത്തിനെത്താനായില്ല എന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മറുപടി. KNM ബഹിഷ്കരണത്തെക്കുറിച്ച് പ്രതികരിക്കാനും മുസ്ലിം ലീഗ് അധ്യക്ഷൻ തയ്യാറായില്ല. മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ച പാണക്കാട് കുടുംബത്തിനും അവരെ വിലക്കിയ സമസ്ത നേതൃത്വത്തിനും അതേ നാണയത്തിൽ മറുപടി നൽകുകയാണ് KNM. ഏക സിവിൽ കോഡ്, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നിവ ചർച്ച ചെയ്യാൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ അധ്യക്ഷതയിൽ വിളിച്ച യോഗത്തിൽ മുജാഹിദ് നേതാക്കൾ പങ്കെടുത്തില്ല. സമസ്ത വിലക്കിനെ തുടർന്ന് പാണക്കാട് കുടുംബം സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന്റെ തുടർച്ചയായിരുന്നു കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മുജാഹിദ് നേതാക്കളുടെ തീരുമാനവും. മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും സമസ്ത നിയന്ത്രിക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കളായതുകൊണ്ടാണ് പാണക്കാട് കുടുംബത്തെ ക്ഷണിച്ചതെന്ന് KNM സെക്രട്ടറി അബ്ദുൽ മജീദ് സൊലാഹി വ്യക്തമാക്കി. പാണക്കാട് കുടുംബത്തെ ഭീഷണിപ്പെടുത്തി എത്രകാലം സമസ്ത മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം ചോദിച്ചു. സമ്മേളനത്തിലും സമസ്തക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുമ്പോ കേരളത്തിൽ ഏറ്റവും അധികം ദുർബലപ്പെടുക സമസ്തയാണ്. ദുർവാശിയുടെ ദുഷാഢ്യത്തിന്റെ പൗരോഹിത്യ കൂട്ടായ്മയുടെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാഞ്ഞതെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിശദീകരിച്ചു. ഞാൻ നേരത്തെ ഏറ്റ പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുള്ളതുകൊണ്ട് അങ്ങനെ അത് അവരുമായി സംസാരിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും ബഹിഷ്കരണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സാദിഖ് അലി തങ്ങൾ തയ്യാറായില്ല. സമസ്തയോടാണ് പ്രശ്നമെന്ന് KNM വിശദീകരിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ നിയന്ത്രണം ആർക്കെന്ന ചോദ്യം കൂടി ഈ വിവാദത്തിനൊപ്പം ഉയരുന്നുണ്ട്. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണ്. വിവാദമല്ല, അപവാദമാണ് നടക്കുന്നതെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ ന്യൂസ് 18 പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ജാതി തിരിച്ചുള്ള ഗുണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. 10-25 ജാതികളുണ്ട്. നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് മാത്രമല്ല, OBC, LEC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതുണ്ട്. എനിക്കും അറിഞ്ഞുകൂടാ. അതിനവരെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയപ്പോൾ 2014 മുതൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി, അത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടത്. എല്ലാ റിസർവേഷനും എല്ലാം നോക്കേണ്ടത് അവരുടെ ചുമതലയാണ്. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെയ്യാത്തവർ. പക്ഷെ അവർ അതിൽ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ശരത്ത് എന്ന് പറയുന്ന ആളുടെ പേര് ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇല്ല,
അവരെങ്ങനെ ഉൾപ്പെടുത്തുന്നത്? അവർ ഉൾപ്പെടുത്തിയ പിന്നെ എടുക്കാതിരിക്കുന്നതാ. അങ്ങനെ എടുക്കാതിരുന്നു, പകരം അല്ല, അത് കള്ളം പറയുന്നതല്ലേ? ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത് അല്ലല്ല, ഹൈക്കോടതി ആക്കിയൊന്നുമല്ല. അങ്ങനെ അയാളില്ല. അയാൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ പഠിക്കാൻ വരുന്നവർ സമരം ചെയ്യില്ല, വിദ്യാർത്ഥികൾ പഠിക്കാൻ തയ്യാറാകണം, അല്ലാത്തവർ വേഗം പിരിഞ്ഞു പോകണമെന്നും അടൂർ പറഞ്ഞു. നമുക്ക് സ്ട്രൈക്കും ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സമയം എവിടെ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് 1 മാസം 2 മാസം 3 മാസമൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ എവിടെ സമയം? അപ്പോൾ പഠിക്കണമെന്ന് വളരെ നിർബന്ധമുള്ളവരത് ചെയ്യത്തില്ല. ആരോടാ സ്ട്രൈക്ക് ചെയ്യുന്നത്? ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? കുറച്ചുകൂടിയൊക്കെ ഫ്രീഡം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നത്. അപ്പം വലിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ. അവരുടെ ഫ്രീഡം എന്തുവാണ്? അവർക്ക് ഉള്ള സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സിനിമയെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റിയുള്ള പണ്ട് ബിർളാസൻ പറയുമായിരുന്നു, യു ഷുഡ് വാച്ച് ഫിലിംസ്, യു ഷുഡ് ഡ്രീം ഫിലിംസ്, യു ഷുഡ് ലിവ് ഫിലിംസ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വനിതാ ജീവനക്കാരെ ആക്ഷേപിച്ചും അടൂർ ഗോപാലകൃഷ്ണൻ പരാതി പറഞ്ഞ് അവർ സ്റ്റാറായി, നന്നായി ഉടുത്തൊരുങ്ങിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്, വിമൺ ഇൻ സിനിമ കളക്റ്റീവ് അംഗങ്ങളെ പോലെയാണ് അവർ നിൽക്കുന്നതെന്നും അടൂർ പറഞ്ഞു. 4-5 പെണ്ണുങ്ങളുണ്ട് അവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോലി ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയുന്നത് ഞങ്ങളെല്ലാം വിധവമാരാണെന്ന്. 2 പേർക്കേ ഉള്ളൂ ഭർത്താവ് മരിച്ചിട്ടുള്ളത്, 4 പേർക്കും ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? പച്ചക്കള്ള അവരെ പഠിപ്പിച്ചുവിട്ടിരിക്കുകയാണ്. ഈ ടി വിയുടെ മുമ്പിലൊക്കെ പോയിട്ട് ഇപ്പോൾ സ്റ്റാഴ്സ് അവർ ഈ 4-5 പെണ്ണുങ്ങൾ നല്ല നന്നായിട്ട് ഉടുത്തൊരുങ്ങിയൊക്കെയാണ് ഇവിടെ പോകുന്നത്. ഇപ്പം വിമൻസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, WCC എന്ന് പറയുന്നത്. അവർ 6 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് യാത്ര ആരംഭിക്കുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ചൈന, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ, തായ്ലൻഡ്, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരാണ് പരിശോധന നടത്തേണ്ടത്. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനാനുമതി ഉണ്ടാകൂ എന്ന് നേരത്തെ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. കോവിഡ് നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം നിർദ്ദേശം നൽകി. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ അയ്യൻകുന്നിൽ ചുവപ്പടയാളങ്ങളിട്ടത് കർണാടക വനം വകുപ്പല്ലെന്ന് സ്ഥിരീകരണം. ജിയോ ഫിസിക്കൽ മാപ്പിംഗിനായി എത്തിയ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് അടയാളങ്ങളിട്ടത്. ബഫർ സോണുമായി അടയാളങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കർണാടക വനത്തിന്റെ ബഫർ സോണിൽ കണ്ണൂർ അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയെന്നായിരുന്നു ആശങ്ക. എന്നാൽ നാഷണൽ ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രോജക്ടിന്റെ ഭാഗമായി എത്തിയ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് അടയാളങ്ങളിട്ടത് എന്ന് വ്യക്തമായി. സീനിയർ ജിയോ ഫിസിസ്റ്റ് ഗൗരവ് കുമാറിന്റെയും ടെക്നിക്കൽ അസിസ്റ്റന്റ് വിശ്വജിത് പാലിന്റെയും നേതൃത്വത്തിലാണ് ജിയോ ഫിസിക്കൽ മാപ്പിംഗ് പ്രവർത്തനങ്ങൾ. പദ്ധതി കൂടുതലും കർണാടകയുടെ അതിർത്തിക്കുള്ളിലാണ്. കേരളത്തിലെ 2 കേന്ദ്രങ്ങളിൽ മാത്രമേ മാപ്പിംഗ് നടത്തേണ്ടതുള്ളൂ എന്നതിനാലാണ് മുൻകൂട്ടി അനുമതി വാങ്ങിക്കാതിരുന്നത് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. नहीं सर, हम लोग ऐसा थोड़ा इलीगल नहीं है. वी आर फ्रॉम द सेंट्रल गवर्नमेंट, मिनरल एक्सप्लोरेशन MECL, और वर्किंग बिहान ऑफ GSI. Our basically point is that ki what is the mapping, geophysical mapping. Earlier we have completed 4 projects in Karnataka, first in Puttur and Kodlipet, Gonikappal and Hassan district. Okay, next project is here. Yesterday we come in the Srikantpura. Yesterday come. No, minerals nahi. This is the basically government project. We have all the officials. തൽക്കാലം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചതായി കണ്ണൂർ ADM KK ദിവാകരൻ അറിയിച്ചു. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഒരു പെർമിഷൻ എടുക്കാത്ത സ്ഥിതിക്ക് സർവേ ഇനി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പിന്നെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രം കേരളത്തിൻ്റെ ഭാഗത്ത് സർവേ നടത്തിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് കിട്ടിയത്. അവർ ശ്രീകണ്ഠാപുരത്ത് ഒരു ഹോട്ടലിലാണ് മുറി എടുത്തിരിക്കുന്നത്. പോലീസ് ഇന്ന് അവരുടെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും അവരുണ്ടാകുക. നാളെ രാവിലെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചുവന്ന അടയാളങ്ങൾ കണ്ടെത്തിയത് വിവാദമായിരുന്നു. ഉദ്യോഗസ്ഥർ വീണ്ടും പയ്യാവൂരിൽ എത്തിയതോടെ നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഇവരെ കണ്ണൂർ കലക്ടറേറ്റിൽ എത്തിച്ചു. ഉദ്യോഗസ്ഥർ നാളെ കണ്ണൂർ ജില്ലാ കലക്ടറുമായി കൂടുതൽ ചർച്ചകൾ നടത്തും. അതുവരെ പോലീസ് സംരക്ഷണയിൽ തുടരും. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കലോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മത്സരാർത്ഥികളുടെ സംഘം കോഴിക്കോട്ടെത്തി തുടങ്ങി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നെത്തിയ ആദ്യ സംഘത്തെ മധുരം നൽകി മന്ത്രിമാരായ VS
ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും സ്വീകരിച്ചു. ഒരു മണിക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസിലാണ് ആദ്യ സംഘം മത്സരാർത്ഥികൾ കോഴിക്കോട്ടെത്തിയത്. താളമേള വാദ്യങ്ങളോടെയായിരുന്നു കലോത്സവ മത്സരാർത്ഥികൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം. കോഴിക്കോടൻ ഹലുവയുമായി കാത്തുനിന്ന മന്ത്രിമാരായ ശിവൻകുട്ടിയും മുഹമ്മദ് റിയാസും കുട്ടികൾക്ക് മധുരം നൽകി. സ്റ്റേഷന് പുറത്ത് കാത്തുനിന്ന ബസ്സുകളിലേക്ക് മത്സരാർത്ഥികൾ ഓരോരുത്തരായി കയറി. ഇതിനിടെ വരവേൽപ്പിന്റെ ആഹ്ലാദം കുട്ടികൾ പങ്കുവച്ചു. ഫസ്റ്റ് ടൈമാണ് കോഴിക്കോട്, അപ്പൊ അതിലേക്കുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. സ്റ്റേറ്റിലാണ് ഞങ്ങൾ ഫസ്റ്റാ വരുന്നത്, അപ്പം അതിലേക്കുള്ള കൊല്ലം. ആദ്യം വന്ന ബസ്സിനകത്ത് കുട്ടികൾക്കൊപ്പം മന്ത്രിമാരും കയറി. അല്പനേരം കുശലം പറഞ്ഞു. മത്സരാർത്ഥികളെയും കയറ്റിയുള്ള ബസ്സുകൾ താമസ സ്ഥലത്തേക്ക് നീങ്ങി. ന്യൂസ് 18 കോഴിക്കോട്. നിരവധി കേസുകളിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സുനുവിനെതിരെ നടപടി കടുപ്പിച്ച് DGP. നാളെ രാവിലെ 11-ന് പോലീസ് ആസ്ഥാനത്ത് ഹാജരാകാൻ DGP നോട്ടീസ് നൽകി. പിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം വിശദീകരിക്കാനാണ് ഹാജരാകേണ്ടത്. പിരിച്ചുവിടുന്നതിൽ തീരുമാനം മറ്റന്നാളുണ്ടായേക്കും. പീഡനം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇൻസ്പെക്ടർ PR സുനു. എറണാകുളത്ത് മണൽ കടത്താൻ പോലീസ് കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അയ്യമ്പുഴ ഗ്രേഡ് SI ബൈജുക്കുട്ടൻ പണം ചോദിച്ചു വാങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. യുവസംവിധായക നയന സൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ നിർദ്ദേശം. തിരുവനന്തപുരം DCP V അജിത് DCRB അസിസ്റ്റന്റ് കമ്മീഷണർ ദിന്നിലിനാണ് നിർദ്ദേശം നൽകിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേസ് ഡയറിയും പരിശോധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.